ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മിനീസ് കിച്ചൻ. ഇന്ന് നമുക്ക് നല്ലൊരു കടലക്കറി ഉണ്ടാക്കിയാലോ. അപ്പോൾ ചോറിനും അപ്പത്തിനും പുട്ടിനും ദോശയ്ക്കും ഒക്കെ പറ്റിയ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള കടലക്കറിയാണ്. അതും വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് കടല ഒരു 8 മണിക്കൂർ കുതിർത്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ രാവിലെ കറി വെക്കാനാണെങ്കിൽ തലേന്ന് രാത്രിയിൽ കുതിർത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് 1 സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ 2-3 വെളുത്തുള്ളി അല്ലി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക് നെടുകെ പിളർന്നതും കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്തും ഒരു തക്കാളി അരിഞ്ഞതും, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ, ആവശ്യത്തിന് ഉപ്പും 2.5 കപ്പ് വെള്ളവും കൂടി ചേർത്ത് നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇത് അടച്ച് വെച്ച് ഒരു 8 വിസിൽ വരെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മളിത് വേവിക്കുമ്പോൾ ഫസ്റ്റ് വിസിൽ ഹൈ ഫ്ലെയിമിലും ബാക്കിയുള്ള വിസിലുകൾ ലോ ഫ്ലെയിമിലും വെച്ച് വേണം വേവിക്കാനായിട്ട്. ഇപ്പോൾ 8 വിസിൽ കഴിഞ്ഞു. ഇനി ഇതിൻ്റെ പ്രഷറൊക്കെ തനിയെ പോയതിന് ശേഷം മാത്രം കുക്കർ ഓപ്പൺ ചെയ്യുക. കണ്ടില്ലേ, ഇപ്പോൾ കടലയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കുന്നതായിരിക്കും നല്ലത്. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ കടുകും 1 ടീസ്പൂൺ പെരുംജീരകവും കൂടി ചേർത്ത് കൊടുക്കാം. കടുകൊക്കെ പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് 2 വറ്റൽമുളകും ഒരു സവാളയുടെ പകുതി ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്ത് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ചെറിയുള്ളി ഉണ്ടെങ്കിൽ ഒരു 4-5 ചെറിയുള്ളി ഇട്ട് മൂപ്പിച്ചാലും മതിയാകും. ഇപ്പോൾ ഇത് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കടല ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ സമയം ഉപ്പൊക്കെ ചെക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് വീണ്ടും മിക്സ് ചെയ്ത് നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഈ ഗ്രേവി ഒന്ന് കുറുകുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം. കണ്ടില്ലേ, ഇപ്പം ഗ്രേവിയൊക്കെ കുറുകി കടലയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കടലക്കറി റെഡി ആയിരിക്കുകയാണ്. നമുക്കിനി ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു കടലക്കറിയാണിത്. അപ്പം എല്ലാവരും തീർച്ചയായിട്ടും തയ്യാറാക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ല്. അതുപോലെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല്. താങ്ക്